ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ അനിയൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ബർത്ത്ഡേയും പിറന്നാളൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഫുഡ് ചപ്പാത്തിയും അതിന് കോമ്പിനേഷനായിട്ട് തക്കാളിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റെക്കോർഡൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ടി വി ഇട്ട് നോക്കിയപ്പോഴേക്കും പട്ടാഭിഷേകം സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ആനയോട്ടത്തിൻ്റെ ആ ഒരു ഭാഗമായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് സച്ചുവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ ഇന്നലത്തെ കേക്ക് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. വിഷുവിൻ്റെ എഫക്റ്റ് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ സദ്യയായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, പായസം വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറേ നാളായി ചെറുപയർ പരിപ്പ് പായസം വെച്ചിട്ട്. അങ്ങനെ ചെറുപയർ പരിപ്പ് വേവിച്ചെടുത്ത ശേഷം അതിലേക്ക് അമ്മ 3-ാം പാലും 2-ാം പാലും 1-ാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നല്ലോണം അലിപ്പിച്ചെടുത്ത ശർക്കരയാണ് കേട്ടോ ഒഴിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സച്ചു ആദ്യമായിട്ടാണ് അത് കഴിക്കണത് ഞാൻ കാണുന്നത് കേട്ടോ. അങ്ങനെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു. മോരുകറിയും അതുപോലെ തന്നെ പയറുപ്പേരിയും പപ്പടം അച്ചാറൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശൻ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് കേട്ടോ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുള്ളത്. വൈകിട്ടായപ്പോഴേക്കും ചായ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ചക്ക വറുത്തത് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛൻ വന്നപ്പോൾ ഈ കുപ്പിയിലെ മിൽക്ക് ഷേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സച്ചുവിന് എന്ത് കിട്ടിയാലും അവൻ എനിക്ക് ആദ്യം കൊണ്ടുതരലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു പീസാണെങ്കിലും കഴിച്ചിട്ട് അവന് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ ചെക്കൻ വൈകിട്ട് മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മുത്തശ്ശൻ്റെ വീട് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും നല്ല അടിപൊളി ചക്കപ്പുഴുക്കും ബീഫ് കറിയായിരുന്നു. അങ്ങനെ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ മാങ്ങച്ചാറ് കൂട്ടി കഴിച്ചു. പിന്നെ ഞങ്ങളിത് മാങ്ങ കട്ട് പറിക്കുന്നതല്ല കേട്ടോ, ഞങ്ങളുടെ പറമ്പിൽ തന്നെ നിൽക്കുന്ന മാങ്ങ അച്ചാറിടാൻ വേണ്ടി പറിക്കുന്നതാണ്. അങ്ങനെ പിന്നെ മുത്തശ്ശൻ്റെ വീട്ടിൽ നിന്ന് മൽബറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് എപ്പോഴും അടുത്തുള്ള വീട്ടിൽ പോയിട്ട് മൽബറി പറിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മമ്മ കൊണ്ട് വെച്ചതാണ് കേട്ടോ ആ മൽബറി ചെടി. എത്രയോ വർഷങ്ങളായിട്ടുണ്ട് അതിപ്പോൾ. അതുകൊണ്ട് നിറയെ കായും ഒക്കെ അതിലുണ്ട്. അപ്പം ഞങ്ങൾ പറിച്ചു കൊണ്ടുവന്നിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ വൈകുന്നേരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. റൈസും അച്ചാറും പപ്പടമാണ്. അതൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ഇവൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഉറങ്ങത്തില്ല, കുറേ ടൈം എടുക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.